ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മളെ ചാവക്കാട് കുറുമ്പൂർ മനയിലാട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു പ്രീ വെഡ്, അതായത് ഒരു സേവ് ഒരു ഷൂട്ടിനാണ് കൂടെ നമ്മളെ ചെക്കൻ ജൂനിയർ നിഹാലിക്ക. അയ്യോ മൈക്ക് പോയി. അപ്പോ ഇന്നലെ വ്ളോഗില് എല്ലാരും കുറെ ആൾക്കാർ മെസ്സേജ് ആയിക്കിട്ടെ, ശരിക്കും ഇവരെ കാണാൻ നിഹാൽക്കാനെ പോലെ ഉണ്ട് എന്നൊക്കെ പറയലുണ്ട്. ശരിക്കും ഉണ്ട് അല്ലെ? ഇന്ന് പുറക്കിന് പോയപ്പോഴും പറഞ്ഞു നിഹാൽക്കാനെ പോലെ ഉണ്ടല്ലോ നിങ്ങളെ കാണാനെന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മള് നേരെ ഇപ്പൊ ഷൂട്ടിന് പോണം. ഷൂട്ട് പരിപാടികൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഇന്ന് കുറെ പരിപാടികളില്ലെങ്കിലും വ്ളോഗ് എന്തായാലും നൈസാക്കും. ഓക്കെ, ഇൻഷാല്ലാ. കുറെ റെസ്പോൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ മെല്ലെ 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 അങ്ങനെ കൊണ്ടുവരാം. നമ്മൾ കുറെ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സ് വരണം. അപ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിൽ നമുക്കും ഒരു ഇതുണ്ടാവുള്ളൂ. സോ ഇൻഷാല്ലാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, ഫേസ് ടു ഫേസ് നോക്കി നടന്നാൽ മതി കേട്ടോ. ഓക്കെ, 3, 2, വെയിറ്റ്, ബ്രൈഡ് ഷോൾ റെഡി ആക്കി ഗൈസ്. അതുകൊണ്ടാണ് ഫേസിൽ നോക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് കയറി പോക്കോ. ഓക്കെ, 3, 2, 1 ഗോ. നടന്നേ. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള കുറച്ച് ഷൂട്ടൊക്കെ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ നേരെ ഇൻഡോർ വന്നു കേട്ടോ. പുറത്ത് വെയിലായി തുടങ്ങി. ബട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇൻഡോറിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, പരിചയപ്പെടുത്തി കൊടുക്കണേ. പരിചയപ്പെടുത്തി കണ്ട നാണായി ചെക്കൻ. എനിക്ക് എന്താ ചെയ്യാ? എങ്ങനെ കൈ അങ്ങനെ തന്നെ വെച്ചാൽ മതി. ശരി. ഓക്കെ, ഞാൻ പറയുമ്പോൾ കിടന്നാൽ മതി. നോർമലി നിന്ന് ഓക്കെ പറയുമ്പോൾ കൈ ഹോൾഡ് ചെയ്യുക, ഹെഡ് ഡ്രസ് ചെയ്യുക, കണ്ണടച്ചുകൊണ്ട് കിടന്നാൽ മതി കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ. സെറ്റാണ്. നമ്മളെ ബ്രൈഡും ഗ്രൂം അതാ അടിയില് ഹാല അവരെ പിടിച്ച് കറക്കിയിട്ട് ഒരു വിദ്ധാക്കിക്കണം. പാവാണ്, വെറുതെ കേട്ടോ. ഇവർക്ക് അവിടുന്ന് ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ. ഇപ്പൊ വെയിലായാലും നമ്മള് പിന്നെ ഫോട്ടോ വെക്കണില്ല, അതാണ് സംഭവം. സോ നല്ല കുറച്ച് ഫോട്ടോസ്, നല്ല അടിപൊളി ഫോട്ടോസ് ഇട്ടിരിക്കണം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇവിടെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ കൊടുക്കും. ഇവിടെ എടുത്താൽ പറ്റി. ഇപ്പൊ സ്ഥലമില്ല ഇവിടെ. ഇവിടെ നമ്മൾ ഫോട്ടോസ് കുറച്ച് കൊടുക്കട്ടോ. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് എഡിറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് നേരെ ഷിതുവിനെ വിളിക്കാൻ പോവാ. പിന്നെ ഇന്നലത്തെ പർച്ചേസ് ചെയ്തതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് പെരുന്നാളിൻ്റെ. സോ കുറച്ച് ബാലൻസ് പർച്ചേസും കൂടി കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി കലാസ്. ബാക്കിയുള്ള എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, പോവാം. അവിടെ രസാട്ടോ. ഉണ്ടാ ചെക്കൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കട്ടെ. വെയിലെത്തിക്കണ്ട. തണലെത്തിക്കുന്നോ? തണലെത്തുന്നോ? അതിൽ ഇരുത്താൻ പറ്റൂലേ? അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു നോക്കാം. കമാൺ. അപ്പൊ ഞങ്ങള് ഇതിന് പേരെന്താ ശരിക്ക്? സാധനത്തിന്റെ പേരെന്താ? വീണല്ല, അവർക്ക് അറിയണ്ടാവും. ഇതിന് പേരെന്താ വെച്ചാ? ഈ സാധനത്തിന്റെ പേരെന്താണ്? അതിന്റെ പേരെന്തായിരുന്നു? വീണല്ലേ? വീണനെയാണ്. അപ്പൊ ഞങ്ങള് വീണ ഈ അവിടെ ഇരിക്കും, അപ്പുറത്തിരിക്കും. അന്നക്കാടി വലിപ്പുണ്ട്, കുഴപ്പമില്ല. അന്നൊരു രണ്ടാളി ഇരുന്നോ? നമുക്ക് ആദ്യം ഒറ്റ ഒന്ന് എടുത്തിട്ട് പിന്നെ അതുണ്ട്, വലിപ്പുണ്ട്, സാരില്ല, കുഴപ്പമില്ല. ഒന്നുകൂടി പൊന്തിച്ച് പിടിച്ചോ കുറച്ച് ആ സൈഡ്. അപ്പൊ ഇതേ ഒന്നുകൂടി ഇങ്ങനെ മേലേക്ക് പൊന്തിച്ചോ. ആ സാധനം ഒന്നൊരു കയറ്റി നോക്ക്. അല്ല ആ സാധനം ഇറക്കിച്ച് ഇതിങ്ങനെ പിടിച്ചാൽ മതി. കുട്ടീനെ പിടിക്കണതിനാ ഇതിനവര് കുട്ടികളെ കാട്ടി ഇതിലവര് കൊണ്ടുനടക്കണേ. നീ വീണ വായിക്കട്ടാ, വായിച്ചോ വെറുതെ. ഓക്കെ അല്ലേ? ജസ്റ്റ് വീണ വായിച്ചിരുന്നോളി. നമുക്കൊരു വീണ ഫോട്ടോ എടുക്കാം. ഒരു ഇട്ടാ വീണ വായിച്ചോ. ഇത് ഇങ്ങനൊന്നും ഇല്ലല്ലേ, ഇത് ഇങ്ങനെ പിടിക്കാം. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഐഡിയ ഉണ്ട്. ഈ ഗൂഗിൾ എടുത്ത് അതിൽ നോക്കി സാധനം വീണാന്നടിക്കും, നോക്കിയോട്ടെ. ഗൈസ്, നമ്മള് വീണ പിടിക്കാൻ ഗൂഗിളിൽ നോക്കി പഠിക്കട്ടെ ആദ്യം, എന്നിട്ട് നമുക്ക് പിടിപ്പിക്കാം വീണ ഫോട്ടോ. വീണ വിതാ അങ്ങനെ തന്നെ. ഈ സാധനേ പ്രശ്നം എന്താ അറിയോ? ഒരു ഐഡിയ ഉണ്ട്. ഈ സാധനത്തിൽ നമുക്ക് കയറ്റിക്ക്
പഠിച്ച് അല്ല ഇത് നോക്ക് നോക്ക്. ആ അങ്ങനെ ഓക്കെ. ആ ഞാൻ പൊന്തിച്ച് പിടിച്ചേ, ആ സൈഡ് പൊന്തിച്ചേ. അതുമ്മ മാത്രം ബാലൻസ് ചെയ്താൽ മതി, ഈ സൈഡ് ബാലൻസ് ചെയ്യണ്ട. ഫൈനലി നമ്മൾ പഠിച്ചിട്ടാ ഗൂഗിളുള്ളവരെ നമ്മൾ രക്ഷപ്പെട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് പോവാം. ഇവിടെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട്, കുറേ നേരം ഞങ്ങൾ വന്നിട്ട്. അപ്പോൾ നമുക്ക് നോക്കി കേട്ടോ. വാ 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 വാ. ഒക്കെ ഇതിനെല്ലാത്തിനും ചിപ്പ് തന്നെ ബിൽ തന്നെ വേണം, എന്ത് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ട്ടാ. ഒന്ന് ഫേസിൽ നോക്കിയിരുന്നേ. അഫ്സൽ ഒന്നൊരു ക്ലോസ് ആയിട്ട് തന്നെ ഇരുന്ന് നേരത്തെ ഇരുന്ന പോലെ. ആ ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ ഇരുന്ന് അവൾ നോക്കിയിരുന്നേ. ഈ കാലം അങ്ങനെ വെക്കണ്ട, ഈ കാല് അങ്ങോട്ട് കയറ്റി നോക്കി ജസ്റ്റ്. അല്ല ഓപ്പോസിറ്റ്, ഈ കാല് ഇങ്ങനെ. അതൊന്നിനെ വായിച്ച് നോക്കിയിട്ട് ഓക്കെ. ഒന്ന് അഫ്സൽ ലുക്ക് ചെയ്ത് ഒന്ന് അഫ്സൽ നോക്കിയാ സെയിം. ഒന്നുകൂടി സംസാരിക്കണ്ട, ഒന്നുകൂടി സെയിം. ഇയാൾ നോക്കിയിരുന്നാൽ മതി. ആ ഓള് വായിക്കുമ്പോൾ നോക്കിയാൽ ഫേസിൽ നോക്കാൻ വരും. ജസ്റ്റ് രണ്ടെണ്ണം ഫേസിൽ നോക്കാം. ഓക്കെ ഓക്കെ റെഡി. ഓക്കെ വായിച്ചേ. ഫേസിലേക്ക് റിപ്പീറ്റ് സെയിം. ഒന്നുകൂടി അങ്ങനെ തന്നെ പറയുമ്പോൾ ഒന്ന് ഫേസിൽ വെക്കാം. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. നോക്കി അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, ചായ കുടിച്ച് ഇങ്ങനെ കിടക്കാൻ വേണ്ടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഇന്നലെയും നല്ല ലേറ്റ് ആയിട്ട് വീട്ടിൽ വന്ന്. ഇന്ന് രാവിലെ എണീച്ച് ഷിതുവിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. സോ ഉറക്കം അങ്ങോട്ട് കറക്റ്റ് ആയിട്ടില്ല. പിന്നെ ഒന്ന് കുറച്ച് നേരം ഒരു 3-4 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. എന്നിട്ട് എണീറ്റ് വീണ്ടും ഫുഡ് കഴിക്കണം, ഷിതുവിനെ വിളിക്കാൻ പോകണം, ചായ കുടിക്കാൻ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പെരുന്നാളിൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സബ്സ്ക്രൈബ് ഇല്ല ചെയ്തോ, പ്രശ്നമില്ല പ്ലീസ്. അപ്പോൾ ഒന്നല്ല നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കൂടുതൽ. ഞാൻ എൻ്റെ കുറേ കണ്ടൻറ്റിൽ സാധനങ്ങളുണ്ട്, ബട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ഓഡിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതാക്കാം. കുറച്ച് ചാലഞ്ചുകളും കുറച്ച് ഫാമിലി പരിപാടികളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഒക്കെ ഉഷാറാക്കുന്നുണ്ട് ഞാൻ എന്തായാലും, ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്തായാലും നമ്മളെ കൂടെ വേണം, തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.